Hi guys, welcome back to Xylem Learning. It's me, ഷാഹിദ് റംസാൻ. മകളെ, നിങ്ങളുടെ എക്സാമിലേക്ക് വളരെ ചുരുങ്ങിയ ദിവസങ്ങളാണ് ഇനി ബാക്കിയുള്ളത്. നിങ്ങൾക്കറിയാം ഒരുപാട് സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ഏത് രീതിയിൽ പഠിച്ചാലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക? ഡെഫിനറ്റ്ലി ഒരുപാട് ചോദ്യങ്ങൾ പരിചയപ്പെടുക. ആ പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന സമയത്ത് യെസ്, ഇത് ഞാൻ പണ്ട് പഠിച്ച ആ ചോദ്യമല്ലേ, ഇതെനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. അതിനു വേണ്ടിയിട്ടാണ് സൈലം ഒരുവിധം എല്ലാ സബ്ജക്റ്റുകളും എല്ലാ സബ്ജക്റ്റുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സീരീസ് തന്നെ കൊണ്ടുവരുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും ആദ്യത്തെ ചാപ്റ്ററിലെ ആദ്യ ഭാഗമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഏകദേശം 4 ക്വസ്റ്റ്യൻസോളം ഈ ഒരു സീരീസിൽ നിങ്ങൾക്ക് ഉണ്ടാകും. ഈ 4 ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് നിങ്ങൾ റിവിഷൻ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. അതിന് ആൻസർ കീയും അതോടൊപ്പം തന്നെ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. ഇതിന്റെ ഒരു പാറ്റേൺ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഒരു ചോദ്യം ഞാൻ ഡിസ്കസ് ചെയ്ത് തരും, അതേ പാറ്റേണിലുള്ള മറ്റു ഒരു ചോദ്യം നിങ്ങൾക്ക് വർക്കായിട്ട് തരും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിപൊളിയാണ്, മാസാണ്, മരണമാസാണ്. ഓക്കെ, സോ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് അടക്കുകയാണ്. അതിനു മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തോന്നുന്നു, ഒന്നുകൂടി പറയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ മക്കളെ ശ്രദ്ധിച്ചോളൂ. ഏറ്റവും ആദ്യത്തെ ചോദ്യം, ഈ ചാപ്റ്ററിന്റെ നമുക്കറിയാം ചാപ്റ്ററിന്റെ പേര് അരിത്മെറ്റിക് സീക്വൻസ് ആണ്, അഥവാ സമാന്തര ശ്രേണിയാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. സോ ഏറ്റവും ആദ്യത്തെ ചോദ്യം കാണുന്ന സമയത്ത്, എപ്പോഴും മലയാളം മീഡിയം കുട്ടികൾക്കുണ്ട് കേട്ടോ ചോദ്യം, പേടിക്കേണ്ട. ഏറ്റവും ആദ്യത്തെ ചോദ്യം കാണുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റണം, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യം കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അത് ഏത് ചാപ്റ്ററിൽ നിന്നാണെന്ന്. ഈ ഒരു ചോദ്യം കാണുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും സംശയിക്കേണ്ട ആവശ്യമില്ല, അത് സമാന്തര ശ്രേണി അഥവാ അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഇനി അല്ലെങ്കിൽ ഈ നമ്പർ കണ്ടാൽ തന്നെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. ഒരു സമാന്തര ശ്രേണിയിൽ ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യം, നമ്മളിപ്പോൾ ഒരു സമാന്തര ശ്രേണി 2 അരിത്മെറ്റിക് സീക്വൻസ് 8 ഇങ്ങനെ എഴുതി പോവുകയാണെങ്കിൽ ഇതിൽ ആദ്യത്തെ ടേമിനെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എന്നും, രണ്ടാമത്തെ ടേമിൽ നിന്ന് ആദ്യത്തെ ടേം കുറച്ചാൽ കിട്ടുന്നതിനെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്നും പറയുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അല്ലെങ്കിൽ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ എക്സാമിന് മിക്കവാറും വരുന്ന ആദ്യത്തെ ചോദ്യം ഇത് തന്നെ ആയിരിക്കും. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? വെരി സിമ്പിൾ, 10 - 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇറ്റ്സ് 10th ടേം എന്നാണ്. മക്കളെ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ പറഞ്ഞുതരാം. ഏതൊരു അരിത്മെറ്റിക് സീക്വൻസിന്റെയും ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും അറിയാമെങ്കിൽ അതിനെ 10th ടേം കാണാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം പ്ലസ് 9d ചെയ്താൽ മതി. ഫസ്റ്റ് ടേം പ്ലസ് 9d. ഇനി അല്ല, നിങ്ങൾക്ക് 20ാമത്തെ ടേം ആണ് കാണേണ്ടതെങ്കിൽ ഫസ്റ്റ് ടേം പ്ലസ് 19d. അത് ഇവിടെ എത്രാമത്താണോ കാണേണ്ടത് അതിൽ നിന്ന് 1 കുറച്ചിട്ടുള്ള d. കാരണം 9d എന്ന് പറഞ്ഞാൽ 9 ടേമായി പ്ലസ് ഫസ്റ്റ് ടേം, അങ്ങനെയാണ് 10 ടേം കിട്ടുന്നത്. ഇനിയിപ്പോൾ നിങ്ങളോട് കാണേണ്ടത് എക്സ് 38 ടേം ആണെങ്കിൽ നിങ്ങൾ കാണേണ്ടത് f പ്ലസ് 37d ആണ്. ഐഡിയ ക്ലിയർ ആണ്? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ കാണാൻ വളരെ സിമ്പിൾ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു f പ്ലസ് 9d. നമുക്കറിയാം f എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം 6 പ്ലസ് 9 ഇൻറ്റു d എന്ന് പറഞ്ഞാൽ 4. 9 × 4 36, 36 6 42. സിമ്പിൾ ആണ്. ഓക്കെ അല്ലേ? സോ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ആൾജിബ്രായിക് ഫോം? ഇമ്പോർട്ടൻ്റ് ആണ്. അഥവാ എന്നാം പദം എത്ര, അല്ലെങ്കിൽ ബീജഗണിത രൂപം എന്ത്? ഈ രീതിയിൽ ഏത് ചോദ്യം വന്നാലും നിങ്ങൾ എഴുതേണ്ടത് 3 പേരാട്ടോ ഇതിനുള്ളത്. അവസാന പദം, ഒന്നെങ്കിൽ ലാസ്റ്റ് ടേം അല്ലെങ്കിൽ അവസാന പദം ലാസ്റ്റ് ടേം, അല്ലെങ്കിൽ nth ടേം അഥവാ എന്നാം പദം, അല്ലെങ്കിൽ ഓൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രീതി ഫോം. ഇങ്ങനെ ഏത് ചോദ്യം വന്നാലും നിങ്ങൾ എഴുതേണ്ടത് ഈ ഒരു ആൻസർ ആണ്. ഇമ്പോർട്ടൻ്റ് ഓർത്ത് വെക്കുക, 3 പേരിനും ഒരേ ആൻസർ ആണ്. അതിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, xn = dn + f - d ആണ്. നേരെ ഇക്വേഷനിൽ കൊടുക്കുക. d എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചു 4 ആണ്. 4n + f - d. f എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. 6ൽ നിന്ന് d കുറച്ചാൽ 6 - 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ ആൻസർ 4n + 2 എന്ന് ആൻസർ ചെയ്തു. സിമ്പിൾ ആണ്. ഇനി ഇതിന്റെ ആൻസർ ചെയ്താൽ ഒരു ട്രിക്ക് ഉണ്ട്. നിങ്ങൾക്ക് f 6 ആണെന്നും അറിയാം, d 4 ആണെന്നും അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ nth ടേം കാണാൻ സിമ്പിൾ ആയിട്ടുള്ള ട്രിക്ക് പറഞ്ഞുതരാം. എപ്പോഴും ഡിന്റെ കൂടെ ആയിരിക്കും n ഉണ്ടാവുക nth ടേമിൽ കേട്ടോ. സോ 4n. പിന്നെ ഫസ്റ്റ് ടേമിൽ 6 4 കുറയ്ക്കുക, 6 4 കുറച്ച് എത്ര? +2. അങ്ങനെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടും വേണമെങ്കിൽ എന്താക്കാം, ആൻസർ ചെയ്യാന്നുള്ളതാണ്. സോ ഈ ഒരു ചോദ്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അടിപൊളിയാണ്. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരികയാണ്, സെയിം മോഡൽ, നമ്പർ മാറ്റിയിട്ട്. ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആൻസർ ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പഠിച്ചു എന്നാണ്. സോ ബാക്കി ആൻസർ നമുക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് ആൻസർ കീ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ, കമന്റ് ബോക്സിൽ ചോദിക്കാം. ഇനി അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആളുകൾ ആൻസർ കമന്റ് ചെയ്യും, അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആൻസർ ചെയ്താൽ കമന്റ് ചെയ്ത് നോക്കി, അവർക്ക് പഠിച്ചു അല്ലെങ്കിൽ അവരുടെ ആൻസർ കറക്റ്റ് ആയിരിക്കും മിക്കവാറും കേട്ടോ. സോ അടുത്തൊരു ക്വസ്റ്റ്യൻസിലേക്ക് അടുക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2.
ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് പറഞ്ഞത് ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് തന്നെ വായിച്ചു നോക്കുക. നമ്മളിപ്പോൾ ചെയ്ത കാര്യം അതേപോലെ തിരിച്ച് ചെയ്യുകയാണ്. അതായത് മലയാളം മീഡിയം കുട്ടികൾക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു സമാന്തര ശ്രേണി അഥവാ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രൈക് ഫോം 7n-3 ആണ്. അതായത് നമ്മളിപ്പോൾ ചെയ്ത കാര്യം. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ കോമൺ ഡിഫറൻസ് എന്നാണ്. സിമ്പിൾ ആണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിന്റെ കൂടെ ആയിരിക്കും കോമൺ ഡിഫറൻസ് ഉണ്ടാവുക, dn അല്ലേ. അപ്പൊ നമുക്ക് ആദ്യത്തെ ആൻസർ തന്നെ ഏതാ, d = 7 ആണ്. ഇനി ഇവിടെ -7n ആണെങ്കിൽ d = -7, അത് ഓർത്ത് വെക്ക്. അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ ഫസ്റ്റ് ടേം എന്നാണ്. ഫസ്റ്റ് ടേം കാണാൻ ഒരു പണിയില്ല, x1 കണ്ടാൽ മതി. അതായത് n-ന് 1 കൊടുക്കുക. n-ന് 1 കൊടുക്കുമ്പോൾ 7 × 1 -3. നിങ്ങൾ പരിചയം ഉണ്ടാവും പോളിനോമിയൽസ് അഥവാ ബഹുപദങ്ങൾ, അതേ മോഡൽ തന്നെ. 7 - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം എത്രയാന്ന് കിട്ടി, 4 ആണെന്ന് കിട്ടി. സിമ്പിൾ അല്ലേ? അല്ലെങ്കിൽ ഈ n അങ്ങ് മറച്ചു വെച്ചാൽ മതി. ഇതേ സമയത്ത് 7n+3 ആണെങ്കിൽ കോമൺ ഡിഫറൻസ് 7, പക്ഷേ ഫസ്റ്റ് ടേം 7 + 3 ദാറ്റ് ഈക്വൽ ടു 10. അതാണ് മാറ്റം. വാട്ട് ഈസ് ദ റിമൈൻഡർ, അതൊന്ന് ഓർത്ത് വെക്കാം. വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ഈച്ച് ടേം ഓഫ് ദി സീക്വൻസ് ഡിവൈഡഡ് ബൈ 7? അതായത് 7n-3 എന്ന് പറയുന്ന ഈ nth ടേമിനെ എല്ലാ ടേമിനെയും ഞാൻ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ റിമൈൻഡർ എത്ര, അഥവാ ശിഷ്ടം എത്ര? അതിന് നമുക്ക് ഫസ്റ്റ് ടേം എത്രയാണെന്ന് കിട്ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആണ്. കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് കിട്ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു 7 ആണ്. അപ്പോൾ ഈ സീക്വൻസ് എന്ന് പറഞ്ഞത് 4, 11, 18, 25 ഇങ്ങനെ അങ്ങ് പോകും അല്ലേ. ഈ ശ്രേണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അല്ലേ പോവാം. ഫസ്റ്റ് ടേം 4, പിന്നെ കോമൺ ഡിഫറൻസ് 7. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ടേമിനെ നിങ്ങൾ എന്താക്കുക, 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ എത്ര കിട്ടും, ഒരു 7, സോ റിമൈൻഡർ ഈസ് 4. സോ ദ ആൻസർ ഈസ് 4 ഈസ് ദ റൈറ്റ് ആൻസർ. അതായത് ഫസ്റ്റ് ടേം ആണ് ആൻസർ വരുന്നത് കേട്ടോ. അങ്ങനെ എപ്പോഴും ഫസ്റ്റ് ടേം ആവണമെന്നൊന്നുമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഐഡിയ ക്ലിയർ അല്ലേ? അതായത് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിനെ ഫസ്റ്റ് ടേം +7, 4 + 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 11, 18 ഇങ്ങനെ പോകുന്ന സീക്വൻസിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടേം എടുക്കുക. ഇനി വേണമെങ്കിൽ 25 എടുത്താലും നിങ്ങൾക്ക് സെയിം ആൻസറാണ്. 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര, 3 × 7 21, റിമൈൻഡർ 4, ഇഷ്ടം 4. ഓക്കെ, ഏത് ചെയ്താലും സെയിം ആൻസർ ആയിരിക്കും. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഇതേപോലുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരികയാണ്. ഈ ആൻസർ നിങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊളിയാണ്. ഓക്കെ, അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ എന്നാൽ നിങ്ങൾ പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ എന്നാ പറ, ഒരു റിവിഷൻ ആയിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിന്റെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ കാണാം, നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്ന ആ കാര്യങ്ങൾ. പിന്നെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കണം. നിങ്ങളെപ്പോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് എന്താക്കേണ്ടതുണ്ട്, ഈ ക്ലാസ് കണ്ട് പഠിക്കേണ്ടത്. അങ്ങനെ കേരളത്തിലെ എല്ലാ കുട്ടികളും അടിപൊളി ആവട്ടെ, വളരട്ടെ, കുട്ടികൾ പഠിക്കട്ടെ. ഓക്കെ, സോ എൻ്റെ പേര് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ഓക്കെ, എൻ്റെ പേര് അറിയാത്ത ആളുകൾ അതൊന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഷാഹിദ് റംസാൻ, നല്ല പേരല്ലേ? ഓക്കെ, സോ മക്കളെ ശ്രദ്ധിച്ചോളൂ. ഇതൊക്കെ എടുത്ത് നിങ്ങൾക്ക് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇടാം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു കൊടുക്കുക. വെറുതെ കയറി കണ്ടു നോക്കാൻ പറഞ്ഞാൽ മതി, ഉപകാരപ്പെടുന്നില്ല, യാതൊരു സംശയമില്ല. ഇതേപോലെ മാത്സ് നമ്മൾ എല്ലാ ചാപ്റ്ററും ക്ലിയർ ചെയ്യും. ഇതേപോലെ മറ്റു സബ്ജക്റ്റുകൾ നമുക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ. സോ മാത്സ് നമുക്ക് പൊളിച്ചെടുക്കണം, അതിന് കട്ടക്ക് നിങ്ങളുടെ കൂടെയുണ്ട്. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ നമ്പർ 3. ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കുക. റൈറ്റ് ഡൗൺ ആൻ അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് 3. ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം 3 ആയിക്കൊണ്ട്, ആ ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട് കേട്ടോ. അതിന്റെ മലയാളം കൂടി അത് അവിടെ തന്നെ ഉണ്ട്. പൊതുവ്യത്യാസം 3 ആയ സമാന്തര ശ്രേണി ഇതാ. മിക്കവാറും ആളുകൾ ഇത് 3, 6, 9 എക്സെട്ര ആയിരിക്കും, 90% ആളുകളും. പക്ഷെ അതന്നെ ഇതാണ് നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് എന്താക്കാം 2, 5, 8, 11 എക്സെട്ര ഏത് എഴുതിയാലും ആൻസർ കിട്ടും, 1 മാർക്കാണ്. രണ്ടാമത്തെ ചോദ്യം, ക്യാൻ ദ ഡിഫറൻസ് ഓഫ് എനി 2 ടേംസ് ഓഫ് ദി സീക്വൻസ് 30? അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏതെങ്കിലും 2 പദങ്ങൾ എടുക്കുന്ന സമയത്ത് അതിന്റെ വ്യത്യാസം 30 ആവുമെന്നാണ് ക്വസ്റ്റ്യൻ. അങ്ങനെ ഏത് ചോദ്യം വന്നാലും നമ്മളോട് 30 ആവുമെന്ന് ചോദിച്ചാൽ ആ 30നെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. 30നെ കൃത്യമായിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ 10 × 3 30, ശിഷ്ടം 0. ഇങ്ങനെ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യെസ് എന്നാണ് ആൻസർ. അതിന്റെ ഡിഫറൻസ് എന്താവും, 30 ആകും എന്നാണ് അതിന്റെ ആൻസർ കേട്ടോ. ഏതെങ്കിലും 2 ടേം, ക്യാൻ ദ ഡിഫറൻസ് ഓഫ് എനി 2 ടേംസ് എന്നാണ് ചോദിച്ചത്. സോ അതിന്റെ ഡിഫറൻസ് എന്താവാം, 30 ആവാം. ഓക്കെ, ഇനി അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ 31 ആകുമെന്ന് ചോദിച്ചാൽ 30നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് കിട്ടൂല, ഒന്ന് റിമൈൻഡർ വരും. അപ്പൊ അതിന്റെ അർത്ഥം ഇതാവില്ല, ടേം ആവില്ല എന്നാണ് കേട്ടോ. അപ്പൊ ഏതെങ്കിലും ടേംസിന്റെ ഇതാവുമെന്ന് ചോദിച്ചാൽ ആ ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് ചെയ്ത് നോക്കുക. അപ്പൊ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താണ്, ടേം ആണ്, അല്ലെങ്കിൽ ടേം അല്ല. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, റൈറ്റ് ആണ് അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് 8. അത് നമുക്ക് ഇഷ്ടമുള്ള എഴുതാം. എന്നിട്ട് ഏതെങ്കിലും ടേം 70 ആവുമെന്ന് വെച്ചാൽ 70/8 റിമൈൻഡർ. അത് നിങ്ങൾ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു സെക്ഷനിലെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. യെസ്, തീർച്ചയായിട്ടും. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഫീഡ്ബാക്ക് കേട്ടോ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതിനനുസരിച്ചാണ് നമ്മൾ ഇനിയുള്ള അപ്കമിങ് വീഡിയോസ് വരാൻ പോകുന്നത്. സോ മക്കളെ ശ്രദ്ധിച്ചോളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ അരിത്മെറ്റിക് സീക്വൻസ് 7, 10, 13. 7, 10, 13 ആയ ഒരു സമാന്തര ശ്രേണി എടുക്കുക. അതിലെ പൊതു വ്യത്യാസം എത്രയാണ്?
10 7 കുറച്ച് എത്ര 3 ആണ് അല്ലേ? സിമ്പിൾ, 1 മാർക്ക്. അടുത്തൊരു ചോദ്യം, ഈസ് 90 ഈസ് എ ടേം ഓഫ് ദി സീക്വൻസ്. ഇതിൽ 90 എന്ന് പറയുന്നത് ഒരു പദമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മക്കളെ, നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു സമവാക്യമാണ്. പദമാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണേ എഴുതി വെച്ചോളൂ. ടേം ആണോ ഓർ ചെക്ക് വെദർ എ ടേം ഓർ നോട്ട്. നിങ്ങൾക്ക് ഇത്രേ ചെയ്യേണ്ടുള്ളൂ. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ്. അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറച്ച് പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ ഒരു ഉത്തരം കിട്ടുകയാണെങ്കിൽ പദമാണ്, അല്ലെങ്കിൽ എന്തല്ല, പദമല്ല. ഐ റിപ്പീറ്റ് അഗൈൻ, ലാസ്റ്റ് ടേം ആയിട്ട് നമ്മോട് ഏതാണോ പദം ചോദിച്ചത് അത്. അപ്പോൾ ലാസ്റ്റ് ടേം എക്സ് എൻ ഈക്വൽ ടു എത്ര എടുക്കുക? 90. ഫസ്റ്റ് ടേം നിങ്ങൾക്ക് അറിയാം, ഒരു സംശയമില്ല, എത്രയാണ്? 7 ആണ്. ഫസ്റ്റ് ടേം 7 ആണ്. x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം 7 ആണ്. പിന്നെ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം. 90 മൈനസ് 7 ബൈ 3. 90 കുറച്ച് എത്ര? 83 ആണ്. 83 ബൈ 3 എത്ര കിട്ടുന്നത് നോക്കാം. 2 3 6 23 7 3 21. സോ 2 ഇല്ല, ഇതെന്തല്ല, പദമല്ല. നോ എന്നാണ് ആൻസർ. ഓക്കെ, ഇനി ഇതേ ചോദ്യം തന്നെ നിങ്ങളോട് ചോദിക്കുകയാണ്. 28 പദമാണോ ചോദിച്ചു. 28 ഇതിലത്തെ ഒരു പദമാണോ ചോദിച്ചാൽ 28 മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് 21/3. യെസ്, കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് 28 എന്താണ്, പദമാണ്. ഇതല്ലാത്ത മറ്റൊരു മെത്തേഡും കൂടി ഉണ്ട്, അതും വേണേൽ ഞാൻ പറഞ്ഞുതരാം. ചില ആളുകൾ അതായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ഇതിൽ ഏതെങ്കിലും ഒരു ടേമിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 10 3 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 3 3 9, റിമൈൻഡർ 1. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതൊരു ടേമിനെയും കോമൺ ഡിഫറൻസ് ഡിവൈഡ് ചെയ്താൽ സെയിം റിമൈൻഡർ ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത പോലെ 90 3 ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും 3 3 9, അപ്പോൾ 30 കിട്ടും. ഓക്കെ, അപ്പോൾ റിമൈൻഡർ 0, വ്യത്യസ്തമായി. ഓക്കെ, അങ്ങനെ ഈ ഒരു മെത്തേഡിൽ റിമൈൻഡർ സെയിം ആണെങ്കിലേ ടേം ആവുള്ളൂ, അല്ലെ ടേം ആവില്ല. അങ്ങനെ വേണമെങ്കിൽ എന്താക്കാം ചെയ്യാം. ഇത് മെത്തേഡ് 2 ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ചെയ്യാം. ഒന്നുകിൽ ഈ സമവാക്യം പഠിച്ചു വെച്ച് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഈ സമവാക്യം പഠിച്ചാൽ മറ്റൊരു ഉപകാരം കൂടിയുണ്ട്. ഒരു സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട് എന്ന് കാണാൻ നിങ്ങൾക്ക് ഇതേ മോഡലിൽ സമവാക്യം ഉണ്ട്. പ്ലസ് ഒന്നുകൂടി ചെയ്താൽ ഇതെന്തായാലും പഠിക്കേണ്ട ഒരു സമവാക്യം. വരുന്ന വീഡിയോകളിലൊക്കെ നമ്മളിത് പറയും. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് കാണാൻ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. തെറ്റല്ലേ? അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇന്ന് പഠിപ്പിച്ചതിൽ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം കിട്ടിയത് ഞാൻ വിചാരിക്കുന്നത് ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ xn മൈനസ് x1/d. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ഇവിടെ യൂസ് ചെയ്തത് ഏതെങ്കിലും തമ്മിൽ വ്യത്യാസമാകുമെന്ന് വെച്ചാൽ അത് ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് ചെയ്ത് നോക്കുക. ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യെസ് ആവും, അല്ലെങ്കിൽ ഇല്ല. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് എക്സ്ട്രാ ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇതിൽ കിട്ടിയെന്ന് മനസ്സിലാക്കുന്നത്. സോ ഇപ്പോൾ ചെയ്ത അതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ 4ൻ്റെ ആൻസർ ചെയ്ത് നോക്കുക. പറ്റുകയാണെങ്കിൽ ആൻസർ കമൻറ്റ് ചെയ്യുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കാനും കൂടുതൽ വീഡിയോക്ക് വേണ്ടി നമ്മളെ ഈ പ്ലേലിസ്റ്റുകളൊക്കെ പോയി നോക്കാനും മറക്കരുത്. സോ ഇറ്റ്സ് മീ ഷാഹിദ് ഫ്രം Xylem ലേണിംഗ്. ബൈ.